സത്യ, നീ ആ സ്വർണത്തിന്റെ പേരിൽ പ്രതിഭയുടെ വീട്ടുകാരോട് ദേഷ്യമൊന്നും വെക്കണ്ട. അത് വിട്ടേക്ക്. പിന്നെ കുടുംബക്കാർ തമ്മിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സാധാരണയാണ്. ആ സ്വർണം ഞാൻ അവിടെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തപ്പോഴേ ഞാനത് വിട്ടു. അതിനുശേഷം സുധനങ്ങൾ ഇവിടെ വന്ന് ക്ഷമ പറഞ്ഞെന്നൊക്കെ അമ്മ പറഞ്ഞു. അല്ല, ഇന്ദിരേട്ടന് 10 ലക്ഷം രൂപ വേറെ എവിടെയെങ്കിലും റെഡിയായോ? ഷോപ്പിന്റെ രജിസ്ട്രേഷൻ ഉടനെ നടത്തണ്ടേ? ഞാനതാ പറയാൻ വന്നേ. അമ്മേ, അനു ഇന്ന് തന്നെ ഷോപ്പ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നീ ബാക്കി 10 ലക്ഷം അവക്ക് കൊടുത്തോ? ഇല്ല, അത് വേണ്ടെന്ന് അനു പറഞ്ഞു. അച്ഛനും അത് സമ്മതിച്ചു. മിക്കവാറും ഇന്ന് തന്നെ രജിസ്ട്രേഷൻ നടക്കാനാണ് സാധ്യത. അച്ഛനും മകളും അങ്ങനെ ഒരു ഔദാര്യം കാണിക്കണമെങ്കിൽ അവരെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ദേ, കള്ള രജിസ്ട്രേഷൻ ഒന്നും അല്ലല്ലോ. പേപ്പറൊക്കെ ശരിക്കും പരിശോധിക്കണം. അവസാനം നീ കൊടുത്ത 15 ലക്ഷവും കാണില്ല, ആ ഷോപ്പും കിട്ടില്ല. അത്രയ്ക്കും കള്ള കൂട്ടങ്ങളാ. അതെ, രജിസ്ട്രേഷൻ എപ്പോഴാന്ന് വെച്ചാൽ ഞാനും കൂടി വരാം. എന്താ അവരുടെ ഉള്ളിലിരിപ്പൊന്നൊന്ന് അറിയണമല്ലോ. നിന്നെ മയക്കി നിർത്താനാണെങ്കിലേ അതിന് വഴങ്ങി കൊടുക്കല്ലേ ഇന്ദ്ര. അല്ല, ഏട്ടന്റെ കാര്യത്തിൽ പിന്നെ എന്ത് ചെയ്യാനാ അമ്മയുടെ പ്ലാൻ? വേറെ കല്യാണം കഴിച്ചു കൊടുക്കാനോ? അതെന്താടാ, ഇന്ദ്രന് വേറെ കല്യാണം കഴിക്കാൻ പാടില്ലേ? നീ 2 കെട്ടിയല്ലോ, പിന്നെ ഇവനെന്താ ഒന്നുകൂടെ കെട്ടിയാല്?